വർക്കലയിൽ ട്രെയിനിൽ വെച്ച പെൺകുട്ടിയെ ആക്രമിച്ച കേസിന്റെ ചോദ്യം ചെയ്യലിനിടെ നാടകീയ രംഗങ്ങൾ. താനല്ല ബംഗാളിയാണ് ശ്രീകുട്ടിയെ ആക്രമിച്ചതെന്ന് പ്രതി സുരേഷ് കുമാർ പറയുന്നു. ചോദ്യം ചെയ്യലിനിടെ പ്രതി സുരേഷ് കുമാർ പൊട്ടിക്കരഞ്ഞു. CCTV ദൃശ്യങ്ങൾ അടക്കം കാണിച്ചുള്ള തുടർ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഇന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരിമോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. ഹരിമോഹൻ, പെൺകുട്ടിയെ ആക്രമിച്ചത് ആരാണ് എന്നുള്ളത് ഇതിനകം തന്നെ ബോധ്യമായതാണ്. പിന്നെ എന്തിനാണ് സുരേഷ് ഇങ്ങനെ മദ്യത്തിന്റെ ലഹരി ഇറങ്ങിയപ്പോൾ ചെയ്തതിന്റെ ഒരു കാഠിന്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കരച്ചിലാണോ നമ്മൾ ഇന്ന് കണ്ടത്? സുജയ, ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടാണ് ഈ സുരേഷ് കുമാറിനെ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിക്കുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രിയിലുടനീളം സുരേഷ് കുമാറിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ആ ചോദ്യം ചെയ്യലിനിടെയാണ് ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനെന്ന വിധത്തിൽ ഈ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തെറ്റാണ്, അങ്ങനെയല്ല സംഭവിച്ചത്, അതായത് താനല്ല പ്രതി എന്നുള്ള കാര്യം സുരേഷ് കുമാർ ആവർത്തിച്ച പോലീസിനോട് പറഞ്ഞത്. അതായത് ട്രെയിനിൽ വെച്ച് പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്കിട്ട താനല്ല, മറിച്ച് ഒരു ബംഗാൾ സ്വദേശിയാണ് എന്നുള്ളതായിരുന്നു ഇന്നലെ രാത്രിയിലുടനീളം ഈ സുരേഷ് കുമാർ പോലീസിനോട് ആവർത്തിച്ചു പറഞ്ഞത്. ഈ ചോദ്യം ചെയ്യലിനിടെ കരയുകയും നിരവധി നാടകീയ രംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് ഈ പ്രതിയെയും കൊണ്ടുവരികയും അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥർ എത്തി ചോദ്യം ചെയ്യുകയുമായിരുന്നു. ആ ചോദ്യം ചെയ്യലിനിടെ കണ്ടെത്തിയിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കാണിക്കുന്നു, അർച്ചനയുടെ മൊഴി വായിച്ച് കേൾപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രതിക്ക് നിൽക്കക്കള്ളിയില്ലാതായി. ഒടുവിൽ താൻ തന്നെ ചെയ്ത കുറ്റമാണ് എന്നുള്ളത് സുരേഷ് കുമാർ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ തെളിവെടുപ്പ് തുടങ്ങിയത്. ആ തെളിവെടുപ്പ് ഇന്നിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടുള്ള തെളിവെടുപ്പാണ് പ്രധാനമായിട്ട് നടന്നത്. ഇനിയിപ്പോൾ ട്രെയിനിൽ കയറിക്കൊണ്ട് ഈ നടന്ന സംഭവങ്ങൾ പുനരാവിഷ്കരിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നടത്താനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. സുജയ, ശരി ഹരിമോഹൻ, ചോദ്യം ചെയ്യലിനിടയിലാണ് ബംഗാളിയെ പറഞ്ഞ ബംഗാളി ഉണ്ടല്ലോ കേരളത്തിൽ ഇഷ്ടം പോലെ, ഇത്തരം നമ്മുടെ അതിഥി തൊഴിലാളികളാണ്, അപ്പോൾ അവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നടത്തി. പക്ഷേ ഒത്തില്ല. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ കാര്യമൊക്കെ മനസ്സിലായി.